സർവേഭ്യോ നമസ്കാരഃ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അലങ്കാരത്തെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ആദ്യമായിട്ടാണ് അലങ്കാരത്തെ ഞാനിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സൗന്ദര്യമലങ്കാരഃ. സൗന്ദര്യമാണ് അലങ്കാരം. ഇനി ഈ അലങ്കാര ശബ്ദത്തിൻ്റെ വ്യാഖ്യാനമൊന്ന് നമുക്ക് നോക്കാം. എന്താണ് അലങ്കാരം എന്നെല്ലാം നമുക്ക് നോക്കാം. അലം ക്രിയതേ അനേന ഇതി അലങ്കാരഃ. അലങ്കരിക്കപ്പെടുന്നത് കൊണ്ട് അലങ്കാരം. ഓക്കെ, അപ്പോൾ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കരിക്കുക, അതാണ് അലങ്കാരം. ഓക്കെ, ഇനി ഈ അലങ്കാര എന്ന ശബ്ദം അല്ലെങ്കിൽ ആ പദം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? അലം പൂർവകം കൃധാതുനാ കരണേ ഘഞ്ഞുപ്രത്യയേ. അലം പൂർവകമായിട്ടും അതിനോടൊപ്പം തന്നെ, പൂർവകം മീൻസ് ആദ്യം, തുടക്കത്തിൽ, മുൻപിൽ എന്നൊക്കെ ഒരു മീനിങ് ആണ്. അലം അധികം കൃധാതു രൂപം, കൃധാതു അധികം ഘഞ്ഞ് പ്രത്യയം, ഇവ മൂന്നും ചേർന്ന് കഴിഞ്ഞാൽ അലങ്കാര എന്ന ശബ്ദം ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ സുപ്പ് പ്രത്യയം ചേർത്തിക്കഴിഞ്ഞാൽ അലങ്കാരഃ എന്ന പുല്ലിംഗ ശബ്ദം അവിടെ കിട്ടും. ഓക്കെ, എന്താണ് അലങ്കാരം എന്നുകൂടി നോക്കാം. എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം നോക്കാം. യഥാ ആഭരണാനി സൗന്ദര്യവസ്തൂനി ച ശരീരമലങ്കുർവന്തി തഥാ ശബ്ദാർത്ഥൗ കാവ്യസ്യ അലങ്കുരുതഃ. എപ്രകാരമാണോ ആഭരണങ്ങളും സൗന്ദര്യവസ്തുക്കളും ശരീരത്തെ അലങ്കരിക്കുന്നത്, അപ്രകാരം ശബ്ദവും അർത്ഥവും കാവ്യത്തിനെ അലങ്കരിക്കുന്നു. ആഭരണങ്ങൾ ശരീരത്തെ അലങ്കരിക്കുന്നത് പോലെ ശബ്ദവും അർത്ഥവും കാവ്യത്തിനെ അലങ്കരിക്കുന്നു. ഇതാണ് അലങ്കാരഃ. ക്ലിയർ ആണല്ലോ? ഇനി അലങ്കാര ഭേദാഹ. അലങ്കാര ഭേദങ്ങൾ ഉണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോകേ സൗന്ദര്യദായകാലങ്കാരാണാം ആധാരഃ ഭവതി ശരീരം. ലോകത്തിൽ സൗന്ദര്യദായക അലങ്കാരങ്ങളുടെ ആധാരമാണ് ശരീരം. ശരീരത്തിലാണ് നമ്മൾ അലങ്കരിക്കുന്നത്, അല്ലേ? അതേപോലെ കാവ്യേച്ച അലങ്കാരാണാം ആധാരഃ ഭവതി ശബ്ദഃ അർത്ഥഃ ച. കാവ്യത്തിൽ അതേപോലെ അലങ്കാരത്തിൻ്റെ ആധാരമാകുന്നു ശബ്ദവും അർത്ഥവും. ഓക്കെ, ശബ്ദാനാധാരീകൃത്യ ശബ്ദാലങ്കാരഃ. ശബ്ദങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ശബ്ദങ്ങളെ പ്രാധാന്യമാക്കിക്കൊണ്ടാണ് ശബ്ദാലങ്കാരം ഉണ്ടാകുന്നത്. അങ്ങനെ അർത്ഥാനാധാരീകൃത്യ അർത്ഥാലങ്കാരഃ. അർത്ഥങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാധാന്യമാക്കിക്കൊണ്ട്, ആധാരീകരിച്ചുകൊണ്ട് എന്തുണ്ടാകുന്നു? അർത്ഥാലങ്കാരം ഉണ്ടാകുന്നു. അങ്ങനെ അലങ്കാരദ്വയം ഭവതി. അങ്ങനെ അലങ്കാരം രണ്ടു വിധമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ശബ്ദാലങ്കാരഃ, അർത്ഥാലങ്കാരഃ. ശബ്ദങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശബ്ദാലങ്കാരവും അർത്ഥങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അർത്ഥാലങ്കാരവും. ഇനി ആദ്യത്തെ അലങ്കാരമാണ് ശബ്ദാലങ്കാരഃ.
ശബ്ദമാശ്രിത്യ യേ അലങ്കാരാഹ ഭവന്തി തേ ശബ്ദാലങ്കാരാഹ. ശബ്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഏതൊക്കെ അലങ്കാരങ്ങളാണോ ഉള്ളത് ആ അലങ്കാരങ്ങളെ ശബ്ദാലങ്കാരങ്ങൾ എന്ന് പറയുന്നു. ഈ ശബ്ദാലങ്കാരത്തിൽ ശബ്ദങ്ങളെയും അതേപോലെ വർണ്ണങ്ങളെയുമാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളെ അവിടെ പ്രാധാന്യം കൊടുക്കില്ല. ആ വർണ്ണത്തിനെയും ആ പദങ്ങളെയും മാത്രമേ പ്രാധാന്യം അവിടെ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവയെ ശബ്ദാലങ്കാരം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ശബ്ദാലങ്കാരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് അനുപ്രാസഹ. അത് ശബ്ദാലങ്കാരത്തിൽ പെടുന്നതാണ്. അനുപ്രാസം 5 ഉണ്ട് പ്രധാനമായിട്ടും. ചേകാനുപ്രാസഹ, വൃത്യനുപ്രാസഹ, ലാഢാനുപ്രാസഹ, സ്ഫുടാനുപ്രാസഹ, അർത്ഥാനുപ്രാസഹ എന്നിങ്ങനെ 5 തരത്തിൽ പ്രധാനമായിട്ടും അനുപ്രാസങ്ങൾ ഉണ്ട്. പിന്നെ യമകം, പിന്നെ ശ്ലേഷം, പിന്നെ ഒന്നും കൂടിയുണ്ട് ചിത്രം എന്നിങ്ങനെ 4 വിധത്തിൽ പ്രധാനമായിട്ടും ശബ്ദാലങ്കാരങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ശ്ലേഷത്തിൽ ശബ്ദങ്ങളിലും കാണാം, അർത്ഥങ്ങളിലും കാണാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ശബ്ദാലങ്കാരത്തിൽ വരുന്ന അലങ്കാരങ്ങൾ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കൾ, അലങ്കരിക്കാനുള്ള വസ്തുക്കൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത അലങ്കാരം ഏതാണ്? അർത്ഥാലങ്കാര. അർത്ഥമാശ്രിത്യ യേ അലങ്കാരാഹ തിഷ്ഠന്തി തേ അർത്ഥാലങ്കാരാഹ. അർത്ഥത്തെ ആശ്രയിച്ചുകൊണ്ട് ഏതൊക്കെ അലങ്കാരങ്ങളാണോ നിൽക്കുന്നത് അവ അർത്ഥാലങ്കാരത്തിലാണ് ഉണ്ടാവുക. ഇവിടെ ശബ്ദങ്ങൾക്കോ പദങ്ങൾക്കോ അല്ല പ്രാധാന്യം, കേവലം അർത്ഥത്തിനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്ന അലങ്കാരമാണ് അർത്ഥാലങ്കാര. ഓക്കെ, ഏതൊക്കെയാണ് അർത്ഥാലങ്കാരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒരുപാടെണ്ണം ഉണ്ട്, പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ മറ്റേ ചാനലിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നാലും അർത്ഥാലങ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് പേര് നമുക്കൊന്ന് അറിഞ്ഞു വെക്കണം അല്ലേ? അതൊന്ന് നമുക്ക് നോക്കാം. ഉപമ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഉപമ, ഉത്പ്രേക്ഷ, ദീപകം, രൂപകം, അതിശയോക്തി, അർത്ഥാന്തരന്യാസഃ, ഭ്രാന്തിമാൻ, സംഭാവന, സന്ദേഹഃ, ഉല്ലേഖഃ, സ്മൃതിഃ. പ്രതിവസ്തൂപമ, അനന്വയഃ, പരിണാമഃ, വക്രോക്തിഃ, സമാസോക്തിഃ, നിദർശന, പരിസംഖ്യ, വ്യതിരേകഃ, സ്വഭാവോക്തിഃ, ഉല്ലാസഃ, അപ്രസ്തുത പ്രശംസ, വിഭാവന, വിരോധഃ, വികൽപഃ, യഥാസംഖ്യം, മാലാദീപകം, ആക്ഷേപഃ. ഓക്കെ, അപ്പോൾ ഇത്രയും അലങ്കാരങ്ങളെ മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഇനിയും ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എത്രയും അർത്ഥാലങ്കാരങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അലങ്കാരം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അലങ്കരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തു. സാമാന്യമായിട്ട് നമ്മുടെ ലൗകിക ജീവിതത്തിൽ അങ്ങനെയാണ് പറയുക അല്ലേ? ഞാൻ പറഞ്ഞത് ശരീരത്തിനെ അലങ്കരിക്കാനുള്ള വസ്തു എന്ന രീതിയിൽ. അതേപോലെ കാവ്യത്തിനെ അലങ്കരിക്കാനായിട്ട് അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഛന്ദസ് പഠിച്ചില്ലേ? ഛന്ദസ്സും ഒരു സൗന്ദര്യ വസ്തുവാണ്. ആ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് ഛന്ദസ് ഉപയോഗിക്കുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള ഛന്ദസ്. അതേപോലെ തന്നെയാണ് അലങ്കാരവും. അപ്പം ഇങ്ങനെ ഓരോ വസ്തുക്കളും അല്ലെങ്കിൽ ഓരോ അലങ്കാരങ്ങൾക്കും
അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് പോയാൽ മാത്രമേ ആ അലങ്കാരം അവിടെ ഉപയോഗിക്കുവാനും അല്ലെങ്കിൽ പ്രയോഗിച്ചാൽ സൗന്ദര്യം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് അലങ്കാരമെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓരോരോ അലങ്കാര വസ്തുക്കളെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം. ധന്യവാദ.